നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 7. അങ്ങനെ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളിലെ നേട്ടങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും 2.5 മാസങ്ങൾക്ക് ശേഷം അഥവാ 24 തീയതി ഏപ്രിൽ 2026 ശേഷം ഇന്ന് ആദ്യമായിട്ട് വീണ്ടും നിഫ്റ്റിക്ക് 24,500 എന്ന ലെവൽ ഇൻട്രാഡേ ബേസിസിലാണെങ്കിൽ പോലും മറികടക്കുവാൻ സാധിച്ചു. എങ്കിലും പിന്നീട് നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ ഇടയായതെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. നിഫ്റ്റി 24,530 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടപ്പോൾ 24,348 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. മാത്രമല്ല ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി ഇടിവ് ശക്തമായെങ്കിലും വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് വന്നപ്പോൾ 31 പോയിന്റുകളുടെ നഷ്ടം നിഫ്റ്റിക്കും, സെൻസെക്സിന് 104 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 90 പോയിന്റുകളുടെ നേരിയ നഷ്ടം മാത്രമേ നേരിടേണ്ടതായിട്ടും വന്നുള്ളൂ. മാത്രമല്ല ഇന്ന് നിഫ്റ്റിയുടെ ഈ കലണ്ടർ മാസത്തിലെ ഫസ്റ്റ് വീക്ക്ലി എക്സ്പയറി ആയിരുന്നു. എങ്കിലും 24,400 എന്ന ലെവലിന് തൊട്ടു താഴെയായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1018 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് ഇന്ന് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1931 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, ടൈറ്റാൻ കമ്പനി, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ട്രെൻഡ്, അദാനി എന്റർപ്രൈസസ്, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി പോർട്സ്, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. കഴിഞ്ഞ ആഴ്ചയിലെ അവസാന 2 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് 6.5% നേട്ടം കൈവരിച്ച നിഫ്റ്റി ITക്ക് ഇന്നലെ വീക്ക്നെസ് അനുഭവപ്പെട്ടെങ്കിൽ ഇന്ന് 2% നേട്ടം കൈവരിച്ചുകൊണ്ട് ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ട് മാറുകയും ചെയ്തു. കൂടാതെ നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസിന് 0.9% നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം ഇന്നലെ ശക്തമായ നേട്ടം കൈവരിക്കുവാനായ നിഫ്റ്റി റിയാലിറ്റിക്ക് ഇന്ന് 1.5% നഷ്ടത്തോടുകൂടിയും മെറ്റലിന് 1%, എനർജി, ഫാർമ, മീഡിയ തുടങ്ങിയ മേഖലകൾക്ക് 0.25% ഇടിവ് നേരിടേണ്ടി വരികയും ചെയ്തു. ബോർഡർ മാർക്കറ്റ്സുകൾ ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെക്കാളും മോശമായ പ്രകടനമാണ് കാഴ്ചവെച്ചതും. തുടർന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.4%, സ്മോൾ ക്യാപ്പിന് 0.55% നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്നലെ ഉണ്ടായ ഇടിവിന് ശേഷം ഇന്ന് വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ ശക്തമായ തിരിച്ചുവരവാണ് നടത്തുവാനായതും. ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 43 പൈസയുടെ നേട്ടത്തോടുകൂടി 94.97 എന്ന നിലയിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് റൈറ്റ്സിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 8% ഉയർച്ച അനുഭവപ്പെട്ടു. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ടോക്കിംഗ് ന്യൂസിൽ കണ്ട പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ലഭിച്ച 35.8 മില്യൺ US ഡോളറിന്റെ ഓർഡറിനെ തുടർന്നായിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു ഇന്നലെ US മാർക്കറ്റിൽ വീണ്ടും IT മേഖല തിരിച്ചു വരുന്ന കാഴ്ചകൾ അതിന്ന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചു. നിഫ്റ്റി ITക്ക് ഇന്ന് 3% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനുമായി. കൂടാതെ ക്ലോസിംഗ് ബേസിസിൽ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ 2.5% നേട്ടത്തോടു കൂടിയിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. മാത്രമല്ല നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ ആകെ വിപ്രോയ്ക്കൊഴികെ ബാക്കി 9 സ്റ്റോക്കുകൾക്കും ഏകദേശം 3% വരെ നേട്ടവും കൈവരിക്കുവാനായി. എസ്പെഷ്യലി ഹെവി വെയ്റ്റ് സ്റ്റോക്കായ HCL ടെക്കിന് 3%, L&T മൈൻട്രിക്ക് 3.5%, TCSന് 2%, ടെക് മഹീന്ദ്രയ്ക്കും ഇൻഫോസിസിനും 3% നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. എസ്പെഷ്യലി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ, അതായത് വരുന്ന വ്യാഴാഴ്ചയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ഔദ്യോഗികമായിട്ട് ഹെവി വെയ്റ്റ് സ്റ്റോക്കായ TCSന്റെ Q1 ഏർണിംഗ്സോട് കൂടിയിട്ടാണ് ഇത്തവണത്തെ ക്വാർട്ടർലി ഏർണിംഗ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ആരംഭിക്കുന്നതും. ഇതിന് മുന്നോടിയായിട്ട് ഇന്ന് ഇന്ത്യൻ IT മാർക്കറ്റിന് തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ബെറ്റർ ആയിട്ട് വന്ന Q1 ഏർണിംഗ്സിനെ തുടർന്ന് ഇന്ന് ടൈറ്റാന്റെ സ്റ്റോക്ക് പ്രൈസിൽ 3.5% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. പിന്നീട് 2.5% നേട്ടത്തോടുകൂടി തന്നെയാണ് സ്റ്റോക്ക് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. 30,000 കോടി രൂപ മൂല്യം വരുന്ന NSEയുടെ IPO ഈ വരുന്ന സെപ്റ്റംബർ മാസത്തോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യും എന്നുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്നും കൂടാതെ പലവിധ ബ്രോക്കറേജിംഗ് സ്ഥാപനങ്ങളും NSEയുടെ IPOനെ കുറിച്ചുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഔട്ട്ലുക്ക്
പങ്കുവച്ചതിനെ തുടർന്ന് ഇന്ന് BSEയുടെയും MCXന്റെയും സ്റ്റോക്ക് പ്രൈസിൽ 4% ഇടിവും അനുഭവപ്പെട്ടു. കൂടാതെ ഇന്ന് Q1 ബിസിനസ് അപ്ഡേറ്റ് നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് ട്രെൻഡിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ശക്തമായ ഇടിവാണ് അനുഭവപ്പെട്ടതും. നേരിയൊരു തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും 243.03 കോടി രൂപയ്ക്ക് തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും തുടർന്ന ബൈയിങ്ങും തുടർച്ചയായി ഇന്നും ഇന്ത്യ വിക്സിൽ ഇടിവ് തുടരുകയും ചെയ്തു. ഏകദേശം 3.25 വരെ 2% ഇന്ത്യ വിക്സിൽ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും അവസാന 10 മിനിറ്റിൽ അനുഭവപ്പെട്ട ശക്തമായ വോൾട്ടാലിറ്റിയെ തുടർന്ന് 1.5% ഇടിവോടുകൂടി 11.64 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ചയിലെയും ഇന്നലെയും ഉണ്ടായ ഇന്ത്യൻ രൂപയുടെ ശക്തമായ ഇടിവിന് ശേഷം ഈ അടുത്ത കാലത്തെ സിംഗിൾ ഡേയിൽ ഏറ്റവും നേട്ടം കൈവരിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടവും പല സ്റ്റോക്കുകളും അവയുടെ Q1 ബിസിനസ് അപ്ഡേറ്റുകളിൽ ശക്തമായ പെർഫോമൻസ് കാഴ്ചവെച്ചതും ഇന്ന് ഇന്ത്യൻ IT മേഖലയ്ക്ക് വീണ്ടും ശക്തമായ നേട്ടം കൈവരിക്കുവാനായതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തെങ്കിൽ 2.5 മാസങ്ങൾക്ക് ശേഷം നിഫ്റ്റി 24,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നെങ്കിലും ഉടനടി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് അതിശക്തമാകുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനുകളായിട്ട് ശക്തമായ നേട്ടം കൈവരിച്ചുകൊണ്ടിരുന്ന മെറ്റൽ മേഖലയ്ക്ക് ഇന്ന് 1% നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നതും ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ന് നിഫ്റ്റി റിയാലിറ്റിക്കും ഇന്നലെ ഉണ്ടായ ശക്തമായ നേട്ടത്തിന് ശേഷം ഇന്ന് ശക്തമായ ഇടിവിലേക്ക് പോയതും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ഇന്ന് എണ്ണയുടെ വിലയിൽ 1% ഉയർച്ച അനുഭവപ്പെട്ടു. ഇന്ന് എണ്ണയുടെ വില നേരിയ തോതിലാണെങ്കിലും ഉയരുവാൻ ഇടയാക്കിയത് ഒരാഴ്ചയിലേറെ കാലമായിട്ട് എണ്ണയുടെ വില കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ട്രേഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്ന ഷോർട്ട് കവറിങ്ങും അതുകൂടാതെ യുഎസിന്റെ ഭാഗത്തു നിന്നും പുതിയൊരു അപ്ഡേറ്റ്സ് വന്നു വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് കഴിഞ്ഞ രാത്രിയിൽ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ IRGCയുടെ ഭാഗത്ത് നിന്നും മിസൈലുകൾ തൊടുത്തതായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് ഔദ്യോഗികമായി തന്നെ ഇന്ന് US പുറത്തുവിടുകയും ചെയ്തത്. ഈ ഒരു ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടും ഇന്ന് എണ്ണയുടെ വിലയിൽ നേരിയ തോതിലാണെങ്കിൽ കൂടി വർധനവിന് ഇടയാക്കിയതും. ഇതിനെല്ലാം പുറമെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട ശക്തമായ നെഗറ്റീവായിട്ടുള്ള സെന്റിമെന്റ്സും മാത്രമല്ല നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഇന്നായിരുന്നതിനാൽ ട്രേഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും പൊസിഷനുകൾ സ്കോർ ഓഫ് ചെയ്യുന്നതിനാലും റോൾ ഓവർ ചെയ്യുന്നതിനാലും അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടങ്ങളെയൊക്കെ ചോർത്തി കളഞ്ഞുകൊണ്ട് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിന് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും ഇടയാക്കി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലത്തെ പോലെ തന്നെ പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടിയും അതേസമയം ജർമ്മൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതേസമയം ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ആകെ സിംഗപ്പൂർ, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ഇന്ത്യ ഉൾപ്പെടെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൊറിയൻ മാർക്കറ്റിന് രാവിലെ കണ്ട പോലെ തന്നെ 5% നഷ്ടവും ഇന്ന് നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. രാവിലത്തെ ഉച്ചയ്ക്കത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നിലവിൽ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുമുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $79.65 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $69.34 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ 0.25% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ഏകദേശം $30 അടുത്ത് $435.46 ഗോൾഡിന്റെ വില പെർ ഔൺസിന് എത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗോവ കാർബൺ ജൂലൈ 15, 2026 ചേരുന്ന ബോർഡ് മീറ്റിംഗിൽ കമ്പനിയുടെ Q1 റിസൾട്ടുകൾ റിലീസ് ചെയ്യും. HPCL ജൂലൈ 7, അതായത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീമതി ശ്രീവിദ്യ വെങ്കട് രാമനെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചു. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രേക്ക് വാനുകൾ സഹിതമുള്ള BLSS റേക്കുകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനുമായി സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിൽ നിന്ന് 70.72 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏജീസ് ലോജിസ്റ്റിക്സ് ₹6.70 പെർ ഷെയർ എന്ന നിലയിൽ ഫൈനൽ ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചു. ജൂലൈ 10, 2026 ആണ് ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ടും പരിഗണിക്കുക. ഡീപ് ഇൻഡസ്ട്രീസ് ONGCയിൽ നിന്ന് 49.10 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. GE ഷിപ്പിംഗ് കമ്പനി അതിന്റെ ലോങ് റേഞ്ച് സെക്കൻഡ് ടാങ്കറായ ജഗ് ലോഗേഷ് ഏകദേശം 1,59,000 ഡെഡ് വെയ്റ്റ് ടണ്ണേജ് ശേഷിയുള്ളത് വിൽക്കുവാനായിട്ട് പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്.
സീഗൽ ഇന്ത്യ 1090 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. MOIL Q1 ബിസിനസ് അപ്ഡേറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ പ്രൊഡക്ഷനിൽ 1.2%, സെയിൽസിൽ 3.4% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.